ഹൈ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ഇന്നത്തെ വീഡിയോ 15,000 രൂപയ്ക്ക് താഴെ, അതേപോലെ തന്നെ 10,000 രൂപയ്ക്ക് മുകളിൽ ഇനി അങ്ങോട്ട് 2022 ഒരുപാട് ബ്രാൻഡുകളുടെ ഫോൺ ഇറക്കുന്ന രീതിയെ തന്നെ മാറ്റി മറയ്ക്കാൻ തക്ക രീതിയിലുള്ള രണ്ട് പ്രോഡക്റ്റുകൾ ഇൻഫിനിക്സ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇൻഫിനിക്സ് നോട്ട് 11ഉം 11എസും. ഈ രണ്ട് ഫോണുകളും ഇതുവരെ കണ്ട ആ ട്രെൻഡ് അങ്ങോട്ട് മാറ്റും. കഴിഞ്ഞ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു 2022 സ്മാർട്ട് ഫോണുകളുടെ ഒരു രീതി എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളത്. 15,000 രൂപയ്ക്ക് താഴെ ആമോലെഡ് ഡിസ്പ്ലേകൾ ധാരാളമായിട്ട് കാണും. ഫുൾ HD ഡിസ്പ്ലേകൾ തന്നെ കിട്ടും. ഒരുപാട് മികച്ച കാര്യങ്ങളൊക്കെ നമ്മൾ അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടിയ റാമും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ശരിവെക്കുന്ന, ഇനി അങ്ങോട്ട് ഒരുപാട് ബ്രാൻഡുകൾക്ക് മാതൃകയാവുന്ന, അല്ലെങ്കിൽ ഇവരെ അവർ ഫോളോ ചെയ്തേ പറ്റൂ എന്ന രീതിയിലേക്ക് എത്തിക്കുന്ന തരത്തിലുള്ള രണ്ട് മികച്ച പ്രൊഡക്റ്റുകളാണ് ഇത്തവണ ഇൻഫിനിക്സ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഇൻഫിനിക്സിന്റെ നോട്ട് 11ഉം 11എസും. നിങ്ങൾക്ക് ഇവിടെ കാണാം ഫോണിന്റെ ബോക്സുകൾ. നമുക്ക് ആദ്യം 11S ഇതിന്റെ ഹയർ വേരിയന്റ് എങ്ങനെയാണെന്ന് നോക്കാം. 11 എന്ന വേരിയന്റ് നമുക്ക് പറയാം. 11 എന്തായാലും അടിപൊളിയാണ്, 11എസും അടിപൊളി തന്നെയാണ്. രണ്ടിന്റെ കാര്യം പറയാം, ഓരോന്നായിട്ട് നോക്കാം. 11S നിങ്ങൾക്ക് ഇവിടെ കാണാം. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫോണും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്റ്റിക്കേഴ്സൊക്കെ നമുക്ക് അങ്ങോട്ട് മാറ്റാം. ഇതാണ് ഇൻഫിനിക്സിന്റെ നോട്ട് 11S. തീർച്ചയായിട്ടും ഒരു വലിയ ഫോണാണ്. 6.95 ഇഞ്ച് വരുന്ന ഫുൾ HD പ്ലസ് LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 120 ഹെർട്സിന്റെ റീഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഫോണാണ്. സോ ഒരു കിഡിലൻ ഡിസ്പ്ലേ ആണ്. LCD ഡിസ്പ്ലേ വിത്ത് 120 ഹെർട്സ് റീഫ്രഷ് റേറ്റ് ആണ്. NEG ഗ്ലാസ് പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിന്റെ ഫ്രണ്ടിൽ വരുന്നുണ്ട്. 180 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ സംവിധാനങ്ങളുമുണ്ട്. സോ ഡിസ്പ്ലേ വിഷ്വൽ എക്സ്പീരിയൻസ് അടിപൊളിയായിരിക്കും. അതായത് മീഡിയ കൺസപ്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ കിഡിലിനായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. സ്റ്റീരിയോ സ്പീക്കർ അടക്കമുള്ള സംവിധാനങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ഒരു വലിയ ഡിസ്പ്ലേ, ഗുഡ് ഡിസ്പ്ലേ. ഇതിന്റെ ബോക്സിൽ വരുന്ന മറ്റു കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ചാർജർ, 33 വാട്ടിന്റെ ചാർജർ ബോക്സിൽ വരുന്നുണ്ട്. ടൈപ്പ് C കേബിൾ വരുന്നുണ്ട്. എക്സ് ക്ലബ് കാർഡ് വരുന്നുണ്ട്. ഒരു ഫ്രീ ഫയറിന്റെ ഒരു ചെറിയ ഓഫർ, എന്തോ ഫ്രീ ഫയർ ഗെയിമിനകത്തൊരു ഐറ്റം കിട്ടുമെന്നാണ് പറയുന്നത്. ഈ സ്ക്രാച്ച് കാർഡ് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം സ്ക്രാച്ച് കാർഡ് നമ്പർ. ഫ്രീ ഫയറിന്റെ ടീംസ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കാം. സിം ടൂളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സ്ക്രീൻ ഗാർഡും ഇതിൻ്റെ ഒപ്പം വരുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു കേസും, ട്രാൻസ്പെറന്റ് കേസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. നല്ല ക്വാളിറ്റി കേസും കാര്യങ്ങളാണ് ഇതിൻ്റെ ഒപ്പം വരുന്നത്. സോ ഇതൊക്കെയാണ് ബോക്സ് കണ്ടന്റ്. ഒരു ഫുള്ളി പാക്ഡ് ബോക്സ് എന്ന് പറയാം. എല്ലാ തരത്തിലുള്ള സംവിധാനങ്ങളും ബോക്സിനകത്തുണ്ട്. ഇനി ഫോണിലേക്ക് നമുക്ക് തിരിച്ചു വരാം. ഇതിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ താഴത്തെ സൈഡിൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് C പോർട്ട്, സ്പീക്കർ ഗില്ല്. റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിന്റ് സെൻസർ ഇന്റഗ്രേറ്റ് ചെയ്തിരിക്കുന്ന പവർ ബട്ടൺ, വോളിയം റോക്കേഴ്സ്. ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ടോപ്പിൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. റിയർ സൈഡിൽ 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറ, ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ്. ഫ്രണ്ടിൽ പഞ്ച് ഹോൾ ക്യാമറ സെറ്റപ്പ് ആണ്. 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ. സോ ഇതാണ് ഇതിന്റെ ഒരു ഓവർവ്യൂ. ഇൻഫിനിക്സിന്റെ നോട്ട് 11S. നമ്മൾ പറഞ്ഞ പോലെ ഗുഡ് ഡിസ്പ്ലേ, ഗുഡ് ഡിസൈൻ, ബിഗ് ഫോൺ. ഇതിന്റെ പെർഫോമൻസ് നോക്കിക്കഴിഞ്ഞാൽ മീഡിയ ടെക്കിന്റെ ഏറ്റവും പുതിയ G96 എന്ന പ്രോസസ്സറാണ്. അതിൻ്റെ ഒപ്പം തന്നെ LPDDR4X റാമും കാര്യങ്ങളും വരുന്നുണ്ട്. UFS 2.2 സ്റ്റോറേജ് വരുന്നുണ്ട്. 12999 6GB റാം, 64GB സ്റ്റോറേജ് പ്ലസ് 120 ഹെർട്സിന്റെ ഡിസ്പ്ലേ ഉണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്. ഈ തരത്തിലുള്ള മികച്ച ഒരു പെർഫോമൻസ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. പ്ലസ് 5000 mAh ബാറ്ററിയും 33 വാട്ട് ഫാസ്റ്റ് ചാർജിങ്ങും വരുന്നുണ്ട്. സോ ഈ പ്രൈസിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു മികച്ച പെർഫോമൻസ് സെറ്റപ്പാണ്. ഇതിന്റെ ഡിസ്പ്ലേ ആയാലും പെർഫോമൻസ് ആയാലും ബാറ്ററി ആയാലും എല്ലാം വരുന്നത്. പെർഫോമൻസിന്റെ കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്രിപ്പിൾ കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നുണ്ട് അതിനകത്ത്. ഗെയിം കളിക്കുന്നവർക്ക് വേണ്ടി ഡാർലിങ്ക് 2.0 ഗെയിം ബൂസ്റ്റ് ടെക്നോളജി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂളിംഗ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഓവറോൾ നല്ല രീതിയിൽ ഗെയിം കളിക്കാൻ പറ്റും. BGMI സ്മൂത്ത് അൾട്ര വരെയാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ഗെയിം പ്ലേയുടെ ഒരു സ്മൂത്ത്നെസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കണ്ട് തന്നെ മനസ്സിലാക്കാം. സിസ്റ്റത്തിന്റെ ഓവറോൾ പെർഫോമൻസ് എന്ന് പറയുന്നത് പക്കാ സ്മൂത്ത് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം. യാതൊരു തരത്തിലുള്ള ഇഷ്യൂസും ഇതിന്റെ പെർഫോമൻസിനകത്ത് വരുന്നേയില്ല. വളരെ സ്മൂത്ത് ആയ ഒരു പെർഫോമൻസ്. XOS 10 ബേസ്ഡ് ഓൺ ആൻഡ്രോയിഡ് 11 ആണ് വരുന്നത്. അതിന്റെ ഒരു UIയും കാര്യങ്ങളും ഫംഗ്ഷൻസും ഒക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാം. കുറച്ച് ആപ്ലിക്കേഷനുകളൊക്കെ എക്സ്ട്രാ കാണാം. കുറേയൊക്കെ ആവശ്യമില്ലാത്തത് നിങ്ങൾക്ക് വേണമെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം. അതിനും വിരോധമില്ല. ഇനി ക്യാമറയിലേക്ക് വന്നു കഴിഞ്ഞാൽ മെയിൻ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് കാണാം. 50 മെഗാ പിക്സലിന്റെ മെയിൻ ക്യാമറയാണ്. അതേപോലെ തന്നെ സെൽഫി ക്യാമറയുടെ ഇമേജുകളും നിങ്ങൾക്ക് കാണാം. തുടർന്ന് വീഡിയോ സാമ്പിളുകളും കാണാം. എന്തായാലും ഈ ഒരു ക്യാമറ ക്വാളിറ്റി എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ കണ്ട് തന്നെ മനസ്സിലാക്കുക. അതിൻ്റെ ഒപ്പം തന്നെ ഇതിനകത്ത് സ്ലോ മോഷൻ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ടൈം ലാപ്സ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ബോക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതായത് ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ആക്കുന്ന വീഡിയോസ് ഒക്കെ വേണമെങ്കിൽ ഷൂട്ട് ചെയ്യാം. സൂപ്പർ നൈറ്റിലൊക്കെ കുറെ കൂടി ബെറ്റർ ആയ നൈറ്റ് ഷോട്ടുകൾ എടുക്കാൻ സാധിക്കും. ഷോർട്ട് വീഡിയോസ്, 2K വീഡിയോ റെക്കോർഡിംഗ് തുടങ്ങിയ സംവിധാനങ്ങളൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. സോ ടോട്ടലി ഇൻഫിനിക്സ് നോട്ട് 11S എന്ന് പറയുന്ന ഫോൺ എന്നെ സംബന്ധിച്ച് ഒരു കിഡിലൻ സെറ്റപ്പാണ്. ഈ ഒരു പ്രൈസിന് ഇതിന്റെ എല്ലാ സെഗ്മെന്റുകളും എടുത്ത് നോക്കുമ്പോഴും ഒരു ഇംപ്രസീവായ സെറ്റപ്പ് ആയിട്ടാണ് തോന്നുന്നത്. ഇൻഫിനിക്സിന്റെ നോട്ട് 11S
നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പറയാം. ഇതിൻ്റെ ഒപ്പം തന്നെ ഇൻഫിനിക്സ് നോട്ട് 11 കൂടി വന്നിട്ടുണ്ട്. നമുക്ക് അതുകൂടി ഒന്ന് നോക്കാം. ഇൻഫിനിക്സ് നോട്ട് 11 ഇതാണ് ബോക്സ്. നമുക്ക് ഓപ്പൺ ചെയ്യാം. എന്താണ് ഇതിനകത്തുള്ളതെന്ന് കൂടി നോക്കാം. രണ്ടും ഞാൻ ഒറ്റ വീഡിയോയിൽ ചെയ്യുകയാണ്. രണ്ടിനും സെപ്പറേറ്റ് വീഡിയോ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അതുകൊണ്ട് നിങ്ങളുടെ സമയം ലാഭിക്കാം, എൻ്റെയും സമയം ലാഭിക്കാം. നോട്ട് 11 ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഫോൺ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഒരു ബോക്സി ഷേപ്പാണ് കേട്ടോ ഫോൺ. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ബോക്സി സ്റ്റൈലാണല്ലോ. പക്ക ബോക്സി സ്റ്റൈലിലുള്ള ഒരു സ്റ്റൈലൻ സ്ലിം ലൈറ്റ് വെയിറ്റ് അങ്ങനെ കംഫർട്ടബിൾ ആയ ഒരു ഫോൺ തന്നെയാണ്. വലുതാണ്. 6.7 ഇഞ്ച് വരുന്ന ഫുൾ HD+ ആമോലെഡ് ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് 11,999 ആണ്. ആ പ്രൈസിന് നമുക്ക് ഫുൾ HD+ ആമോലെഡ് ഡിസ്പ്ലേ. മറ്റ് ബ്രാൻഡുകൾ പലപ്പോഴും ഇവിടെ ഫുൾ HD പോലും തരുന്നില്ല. ഇവിടെ ഫുൾ HD മാത്രമല്ല പ്ലസ് ആമോലെഡ് ഡിസ്പ്ലേ ആണ് തരുന്നത്. സോ ഒരു കിടിലൻ ഡിസ്പ്ലേ ആണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. അതും 750 നിറ്റ്സ് ബ്രൈറ്റ്നസോട് കൂടി, നല്ല ബ്രൈറ്റ്നസോട് കൂടിയാണ് ഈ ഒരു ആമോലെഡ് ഡിസ്പ്ലേ അവർ കൊടുത്തിരിക്കുന്നത്. ക്വാളിറ്റി നിങ്ങൾക്ക് ഇവിടെ കാണാം. നോച്ച് ഡിസൈൻ ആണ്, ബട്ട് ഇത്രയും നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ഇവിടെ കിട്ടുമ്പോൾ നോച്ചാണ്, അത് പഞ്ച് ഹോൾ അല്ല എന്നുള്ളൊരു പരാതി പറയാൻ എനിക്ക് തോന്നുന്നില്ല. ഡീസൻ്റ് ആണ്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഗൊറില്ല ഗ്ലാസ് 3യുടെ പ്രൊട്ടക്ഷനും വരുന്നുണ്ട്. സോ ഡിസ്പ്ലേ കിടിലനാണ് ഈ ഒരു പ്രൈസിന് 11,999. ഇതിൻ്റെ താഴത്തെ സൈഡിൽ നോക്കിയാൽ 3.5mm ഹെഡ്ഫോൺ ജാക്ക്, മെയിൻ മൈക്രോഫോൺ, ടൈപ്പ് സി പോർട്ട്, സ്പീക്കർ ഗ്രില്ല്, ബാക്കിയെല്ലാം റൈറ്റ് സൈഡിൽ ഫിംഗർ പ്രിന്റ് സെൻസർ, വോളിയം ബട്ടൺ, ലെഫ്റ്റ് സൈഡിൽ സിം ട്രേ, ട്രിപ്പിൾ കാർഡ് സ്ലോട്ട്. നോർമലായിട്ട് നമ്മൾ നേരത്തെ 11S കണ്ട പോലത്തെ ഒരു ഡിസൈൻ തന്നെയാണ്, ബട്ട് ബോക്സി സ്റ്റൈലാണെന്ന് മാത്രം. സോ സ്റ്റൈലും ഡിസ്പ്ലേയും എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കെന്തായാലും ഈ പ്രൈസിന് ഇങ്ങനൊരു ഡിസ്പ്ലേയും കാര്യങ്ങളും കിട്ടുക എന്ന് പറയുന്നത് ഇംപ്രസീവാണ്. 2021 നമ്മൾ കണ്ട ട്രെൻഡ് എന്ന് പറയുന്നതേ വേറെയാണ്. ഫുൾ HD ഒന്നും ഇല്ല, ഫുൾ HD, വെറും HD മാറിക്കൊണ്ടിരിക്കുകയായിരുന്നു ഡിസ്പ്ലേ ഒക്കെ. പക്ഷേ 2022 വരുമ്പോൾ ഞാൻ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ 2022 ഫോണുകളുടെ ഒരു ട്രെൻഡ് എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. 15,000 താഴെ തന്നെ ആമോലെഡ് ഡിസ്പ്ലേകളും ഫുൾ HD ഡിസ്പ്ലേകളും വരും. HD ഡിസ്പ്ലേകളൊക്കെ 10,000 താഴേക്ക് പോകുമെന്നൊക്കെ നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. 2022 സ്മാർട്ട് ഫോൺ ട്രെൻഡിൻ്റെ വീഡിയോ ആണത്. വീഡിയോ കണ്ടിട്ട് ഞാൻ കണ്ടു നോക്കാം. എൻ്റെ സ്ക്രീനിൽ വരും, അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. ആ ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ഇൻഫിനിക്സിൻ്റെ ഈ ഫോണുകൾ. നോട്ട് 11 എന്തായാലും അതിലെ പ്രധാന കണ്ണിയാണ്. ഇനി അങ്ങോട്ട് വേറെ ഏത് ബ്രാൻഡ് ഫോൺ ഇറക്കിയാലും അറ്റ്ലീസ്റ്റ് 11,000 രൂപയ്ക്ക് അറ്റ്ലീസ്റ്റ് ഫുൾ HD ഡിസ്പ്ലേ എങ്കിലും കൊടുക്കാതെ ഇവരോട് കോമ്പീറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റില്ല. മാത്രവുമല്ല, പെർഫോമൻസ് G88 എന്ന് പറയുന്ന മികച്ച പ്രൊസസ്സറും കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു പ്രൊസസ്സർ സാധാരണ ഇവിടെ 85 ഒക്കെയാണ് കാണുക. ഇത് 88 എന്ന് പറയുന്ന നല്ല പ്രൊസസ്സറും കൊടുത്തിട്ടുണ്ട്, പ്ലസ് ഫുൾ HD പ്ലസ് ആമോലെഡ് ഡിസ്പ്ലേ. സോ കിടിലൻ സെറ്റപ്പിലുള്ള ഒരു പെർഫോമൻസ് ആണ് ഇതിൻ്റെ മൊത്തത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ LPDDR4X റാമും ഉണ്ട്. eMCP സ്റ്റോറേജ് ആണ്. അതൊരു ചെറിയ പോരായ്മയായിട്ട് വേണമെങ്കിൽ പറയാം. ബട്ട് ഇത്രയും നല്ലൊരു ഡിസ്പ്ലേയും ഇത്രയും നല്ലൊരു പ്രൊസസ്സറും അതിൻ്റെ ഒപ്പം തന്നെ LPDDR4X റാമും ഉള്ള സ്ഥിതിക്ക് ആ ഒരു കാര്യം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 50MP മെയിൻ ക്യാമറ, സെൽഫി ക്യാമറ 16MP. സെൽഫി ക്യാമറയ്ക്ക് 2 ഫോണിലും ഡുവൽ LED ഫ്ലാഷുകൾ വരുന്നുണ്ട് കേട്ടോ സെൽഫി ക്യാമറയ്ക്ക്. സോ ആ മേഖലയിലും ഇവർ ഇത്തിരി അഡ്വാൻസ്ഡ് ആണ്. 5000 mAh ബാറ്ററിക്ക് 33 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജറും കൊടുത്തിട്ടുണ്ട്. ഈ ഫോണിലും 11ലും 11,999 ഈ ഫോണിലും ഉണ്ട് 5000 mAh ബാറ്ററിയും 33 വാട്ടിൻ്റെ ചാർജർ ബോക്സിലും ഉണ്ട്. സോ പെർഫോമൻസ് ആയാലും ഡിസൈൻ ആയാലും ഡിസ്പ്ലേ ആയാലും, ഡിസൈൻ ഇപ്പോഴത്തെ ട്രെൻഡി ആയ ബോക്സി ഡിസൈൻ തന്നെയാണ്. സോ ഡിസ്പ്ലേ ആയാലും ബാറ്ററി ആയാലും ക്യാമറ ആയാലും എല്ലാം ഒരു കിടിലൻ സെറ്റപ്പിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ പ്രൈസിന് 4GB റാം 64GB സ്റ്റോറേജ് ആണ് കിട്ടുക. ബട്ട് ആ ഒരു പ്രൈസിന് അതെന്തായാലും പക്കായിട്ട് വർത്താണ്. ക്യാമറ എങ്ങനെയുണ്ടെന്ന് നോക്കിയോളൂ. ഇതാണ് ഇതിൻ്റെ മെയിൻ ക്യാമറയുടെ കുറച്ച് ഇമേജ് സാമ്പിളുകൾ. ഈ ഇമേജ് സാമ്പിളുകൾ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കൊള്ളാകും. സെൽഫി ക്യാമറയുടെ ഇമേജ് സാമ്പിളുകളും നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതിൻ്റെ ഒപ്പം തന്നെ മെയിൻ ക്യാമറയുടെയും സെൽഫി ക്യാമറയുടെയും വീഡിയോ ക്വാളിറ്റിയും കണ്ടു നോക്കാം. ഇതിലും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലോ മോഷനും ടൈം ലാപ്പും അതേപോലെ ബോക്കെ വീഡിയോ, സൂപ്പർ നൈറ്റ്, ഷോർട്ട് വീഡിയോ, 2K വീഡിയോ റെക്കോർഡിംഗ് ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളും വരുന്നുണ്ട്. സോ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഈ ഫോണിൽ വരുന്നില്ല. എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ഉൾപ്പെടുന്നുണ്ട്. സോ ഡേ ലൈറ്റിലെ ക്യാമറയുടെ പെർഫോമൻസ് മനസ്സിലായല്ലോ. ആർട്ടിഫിഷ്യൽ ലൈറ്റിംഗ് കണ്ടീഷനിലെ ചെറിയ സാമ്പിളുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഓവറോൾ എങ്ങനെയുണ്ട് നിങ്ങളാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ഈ ഒരു പ്രൈസിന് എന്നെ സംബന്ധിച്ച് ഇപ്പോഴുള്ള സ്മാർട്ട് ഫോണുകൾ കോമ്പറ്റീഷനായിട്ട് വരുന്ന ഏത് ഫോണുകൾ എടുത്ത് നോക്കിയാലും അതിനേക്കാളൊക്കെ മികച്ച ഒരു സെറ്റപ്പാണ് ഈ ഒരു ഫോൺ എന്നുള്ളതിൽ എനിക്ക് യാതൊരു ഡൗട്ടും ഇല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. സോ ഇൻഫിനിക്സ് നോട്ട് 11, 11S എന്നീ 2 ഫോണുകളുടെ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തത്. രണ്ടായാലും സ്പെക് വൈസ് കിടിലനായിട്ടുണ്ട്. കുറച്ച് നാളൊക്കെ വെയിറ്റ് ചെയ്ത് യൂസർ റിവ്യൂസ് കണ്ടു നോക്കുക വേണമെങ്കിൽ. അതല്ല നിങ്ങൾക്ക് ഇതിൻ്റെ സ്പെക്ക് കേട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ, ഈ അറിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഇംപ്രസ്ഡ് ആണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്രൈസ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്ക്രിപ്ഷനിലുണ്ട്. സോ കണ്ടു നോക്കുക, ചെക്ക് ചെയ്ത് നോക്കുക, താല്പര്യമുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. സോ അത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഇൻഫിനിക്സ് സ്പെഷ്യൽ വീഡിയോ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.